കനത്ത മഴയ്ക്കിടെ ആലപ്പുഴയിൽ മതിലിടിഞ്ഞ് വീണ് മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം സ്കൂളിലെത്തിച്ചു. അന്തേക്ക് പറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ മകൻ ഫയാസ് ആണ് മരിച്ചത്. ഇന്നലെയായിരുന്നു അപകടം. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, കഴിഞ്ഞ ദിവസം വരെ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് പഠിച്ച ഫയാസ് ചേതനയറ്റ ശരീരമായി വിദ്യാർത്ഥി തങ്ങളുടെ സഹപാഠികൾക്കിടയിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ. അനുജ, ഇന്നലെ രാത്രി 7:30യോടെയാണ് ഈ അപകടമുണ്ടായത്. അലി ഹസീനയുടെ ദമ്പതികളുടെ ഏക മകനാണ് അൽ ഫയാസ്. ഇന്നലെ ഈ സ്കൂളിൽ നിന്നും, ഇവിടുത്തെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലെ അംഗമാണ്. ഇന്നലെ ഈ സ്കൂളിൽ നിന്നും ലജ്നത്തുൽ മുഹമ്മദി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അൽ ഫയാസ് പഠിച്ചിരുന്നത്. ഈ സ്കൂളിലെ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുവന്നത്. ഇന്നലെ സ്കൂളിൽ നിന്നും ഇവിടുത്തെ ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വീട്ടിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിന് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് രാത്രി 7:30യോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത്. സമീപത്തെ അയൽവാസിയുടെ വീടിൻ്റെ മതിൽ ദേഹത്തേക്ക് വീണാണ് ഈ അപകടമുണ്ടായത്. അതായത് ദേഹം മുഴുവൻ, ഈ മതിലിൻ്റെ സിമൻറ്റ് കട്ടകൾ, കോൺക്രീറ്റ് കട്ടകൾ ദേഹത്തേക്ക് മുഴുവൻ വീണിരുന്നു. അന്ന് വൈകിട്ട് പോയത് പുതിയ കുപ്പായം അണിഞ്ഞ്, ഒപ്പം തന്നെ കുടയും റെയിൻകോട്ടും ചെരുപ്പും ഒക്കെ ഇട്ടാണ് അൽ ഫയാസ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയത്. പക്ഷേ തിരികെ വീട്ടിലേക്ക് കാത്തിരുന്ന അമ്മയ്ക്ക് അവൻ്റെ മരണ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോൾ ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അൽ ഫയാസിന്റെ മൃതദേഹം കൊണ്ടുവന്നത്. ഇവിടെ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഇവിടെ പൊതുദർശനം നടക്കുകയാണ്. ഇതിനുശേഷം ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ആലപ്പുഴ പടിഞ്ഞാറെ ഷാഫി ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കമുള്ള മറ്റ് ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുക. അനൂജ, ആലപ്പുഴയിലാണ് ഇന്നലെ മതിലിടിഞ്ഞ് വീണ് മരിച്ച ഫയാസിന്റെ മൃതദേഹം സ്കൂളിൽ എത്തിച്ചത്.